നമസ്കാരം, ഞാൻ ഡോക്ടർ ജയകുമാർ, തൃക ആയുർവേദ സെൻറ്ററിൽ നിന്നും താങ്കളോട് സംസാരിക്കുന്നു. ഇതിനു മുൻപ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ആയുർവേദം ക്രമേണ ഡെവലപ്പ് ചെയ്തു വന്ന രീതികളെക്കുറിച്ചും അവ 8 ബ്രാഞ്ചുകളായിട്ട് വികസിച്ചതിനെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. നാനാതരത്തിൽ പഠനത്തിനോ ചികിത്സയ്ക്കോ ഗവേഷണത്തിനോ മറ്റ് അനേക രീതികളിൽ നമുക്കിവയെ ഉപയോഗിക്കാൻ കഴിയുമെന്നും സൂചിപ്പിച്ചു. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ജീവൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അതിനെ തുടർന്ന് ആയുസ്സിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ ജീവൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും ജീവൻ എന്ന കണിക നിലനിൽക്കുന്നു, ജീവൻ എന്ന പ്രതിഭാസം നിലനിൽക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി ഭൂമിയുടെ അന്തരീക്ഷം ഒരു ലോകം എന്ന് കണക്കാക്കി ഈ ഭൂമിയും അന്തരീക്ഷവും ചേർന്ന് ഒരു ലോകം കണക്കാക്കി എടുത്താൽ അതിന് ചുറ്റുമായിട്ട് ഔട്ടർ സ്പേസും അതിന് മീതെയും മറ്റൊരു ലോകം, അതിൻ്റെ പുറമേക്ക് വീണ്ടും ഔട്ടർ സ്പേസും മറ്റൊരു ലോകവും. ഇപ്രകാരം 14 ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിൽ 14 ലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ 14 ലോകങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ ബ്രഹ്മാണ്ഡം, മൊത്തമായ പ്രപഞ്ചം എന്ന് സൂചിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ജീവൻ്റെ കണികകൾ നിൽക്കുന്നതായും എവിടെയെല്ലാം ജീവന് രൂപം ധരിക്കുവാൻ കഴിയുന്നുമോ അവിടെയെല്ലാം ആയുസ്, ജീവൻ, പ്രാണികൾ, ചൈതന്യമുള്ളവ ഉണ്ടാകുന്നതായും നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള ഈ ജീവനെ നമ്മൾ പ്രപഞ്ച ചൈതന്യമെന്നോ എനർജി എന്നോ ഈശ്വരനെന്നോ ഏത് വേദത്തിലും നമുക്ക് ഇവയെ പറയാം. നാനാതരത്തിൽ മനുഷ്യൻ ഈ ചൈതന്യത്തെ നാനാതരത്തിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അംഗീകരിക്കുന്നു, ജീവനെന്നും ആത്മാവെന്നും ജീവിതമെന്നും മറ്റുമായി വിളിക്കുന്നു. ഇപ്രകാരം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യത്തെ, ഈ ജീവനെ നമ്മൾ പ്രപഞ്ച ചൈതന്യമെന്നും ഈശ്വരനെന്നും പ്രാണനെന്നും ആത്മാവെന്നും ജീവിതമെന്നും ജീവനെന്നും പലതരത്തിൽ വ്യവഹരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു, അത് ജീവനായും ജീവിതമായും കണക്കാക്കുന്നു. ഈ പ്രപഞ്ച ചൈതന്യത്താൽ പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളെല്ലാം 2 വിധത്തിൽ ആണ് കാണപ്പെടുന്നത്. ലിവിങ് വേൾഡ്, നോൺ ലിവിങ് വേൾഡ് എന്ന് നമ്മൾ പറയുന്നു. ജീവനില്ലാത്ത പദാർത്ഥങ്ങൾ, ജീവനുള്ള പദാർത്ഥങ്ങൾ. ജീവനില്ലാത്ത പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റും മണ്ണ്, കല്ല്. ജീവനുള്ളവ പ്ലാന്റുകളായും ചെടികളായും പ്രാണികളായും മൃഗങ്ങളായും മനുഷ്യനായും. ഇങ്ങനെയുള്ള ഈ ലിവിങ് വേൾഡ് അല്ലെങ്കിൽ പ്രാണി ലോകം അല്ലെങ്കിൽ ചൈതന്യം ഉൾക്കൊള്ളുന്ന ജീവലോകം ഒരു ട്രൈപ്പോഡ് മാതിരി 3 തൂണുകളിൽ ത്രിസൂത്രബന്ധമായി, ത്രിസൂത്രം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ചരടുകളാൽ ബന്ധിക്കപ്പെട്ട് നിലനിൽക്കുന്നതായി കരുതുന്നു. ഈ പ്രാണി ലോകത്തിന് 3 ഘടകങ്ങൾ, ആത്മാവ്, മനസ്സ്, ശരീരം എന്ന ത്രിസൂത്ര ബന്ധിതമാണ് ഈ പ്രപഞ്ചത്തിലെ ജീവികൾ. ഈ ത്രിസൂത്രങ്ങളെ ത്രിദണ്ഡങ്ങൾ അല്ലെങ്കിൽ 3 തൂണുകളിൽ നിലനിൽക്കുന്ന ഈ ജീവൻ, ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ 3 ഘടകങ്ങളിൽ സർവ്വജീവികളും ചലിക്കുന്നു. ആത്മാവിനെ, പ്രപഞ്ചത്തിലുള്ള ചൈതന്യം ഓരോ ജീവജാലങ്ങളിലും അതിൻ്റെ ജീവനായി പ്രവേശിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. ഈ ജീവാത്മാവ്, ജീവൻ, പ്രാണൻ എന്ന് പറയുന്ന ഈ ജീവാത്മാവ് ചികിത്സയുടെ വിഷയമേ അല്ല. ഏതൊരു ശരീരത്തിൽ നിന്നും ആ ജീവാത്മാവ് പുറത്തേക്ക് പോകുന്നുവോ അപ്പോൾ മരണം സംഭവിച്ചതായും ആ ശരീരം ജഡമായി തീർന്നതായും നോൺ ലിവിങ് ആയി തീർന്നതായും നമ്മൾ പറയുന്നു. ജീവനെ സൃഷ്ടിക്കുവാനോ ജീവനെ കളയുവാനോ ശാസ്ത്രം പറയുന്നില്ല, ശാസ്ത്രം ശ്രമിക്കുന്നില്ല. എത്രത്തോളം കാലം ഒരു ശരീരത്തിൽ ഒരു ശരീരത്തിനുള്ളിൽ
ജീവനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ് ശാസ്ത്രം ചിന്തിക്കുന്നത്. എന്നാൽ ആത്മാവിനോട്, ഈ ജീവനോട്, ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സ് ശാസ്ത്ര വിഷയമാണ്, ചികിത്സാ വിഷയമാണ്. ആത്മാവ് എവിടെയുണ്ടോ അതിനോട് ചേർന്ന് ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുന്ന, ആഗ്രഹങ്ങൾ നേടുവാൻ പ്രേരിപ്പിക്കുന്ന, ഓരോരോ ആവശ്യങ്ങൾ ചിന്തയിൽ കൊണ്ടുവരുന്ന ഓരോ ജീവികളെയും ഭക്ഷണത്തിന് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ പ്രേരിപ്പിക്കുന്ന മനസ്സ് എന്ന ഭാവവും നിലനിൽക്കുന്നു. എപ്പോൾ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും പുറമേക്ക് പോകുന്നുവോ അപ്പോൾ അതിനൊപ്പം മനസ്സും കടന്നു പോകുന്നതായി കരുതുന്നു. ആത്മാവും മനസ്സിനോടും അവ പ്രവേശിക്കുവാൻ അവ ഒരു ഇടം കണ്ടെത്തുന്നതിനെ ശരീരമെന്ന് നമ്മൾ വിളിക്കുന്നു. ശരീരം മെഷറബിളാകുന്നു. അതിന് നീളമോ വണ്ണമോ മാസ് പിണ്ഡമോ അതിനെ നമുക്ക് അളന്നെടുക്കുവാൻ കഴിയുന്നതാകുന്നു. ആ ശരീരത്തിനുള്ളിൽ മനസ്സും അതിനോട് ചേർന്ന് ആത്മാവും നിലനിൽക്കുന്നു. ഇപ്രകാരം ആ ശരീരത്തിന് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു പദാർത്ഥത്തിന് ലിവിങ് സ്റ്റാറ്റസ് വരുന്നു. അത് ജീവനുള്ള ഒരു അംശമായി തീരുന്നു. ഇപ്രകാരമുള്ള ഈ ശരീരം, മനസ്സ്, ആത്മാവ് എന്നതിനെ അധിഷ്ഠാനമാക്കിയാണ് സകല ജീവശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത്, നിൽക്കുന്നത്. ചികിത്സയുടെ വിഷയങ്ങളിൽ ശരീരം ചികിത്സയുടെ വിഷയമായി തീരുന്നു. മനസ്സും ചികിത്സയുടെ വിഷയമായി തീരുന്നു. അതിനു മീതെയുള്ള ആത്മാവ്, ജീവൻ ചികിത്സയുടെ വിഷയമേ ആകുന്നില്ല. ഈ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന 3 ദണ്ഡങ്ങളിൽ, 3 തൂണുകളിൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചം, ഈ പ്രാണീലോകം, ഇതിനെ അടിസ്ഥാനമാക്കി സുഖവും ദുഃഖവും ആയുസ്സും ജീവനും ജീവിതവും നിലനിൽക്കും. ഇവയുടെ സകലവിധ സുഖത്തിൻ്റെയും സകലവിധ ദുഃഖത്തിൻ്റെയും അധിഷ്ഠാനം ശരീരവും മനസ്സും ആണ് എന്ന് കരുതപ്പെടുന്നു. ശരീരത്തിന് സുഖമുണ്ടാകാം, ശരീരത്തിന് ദുഃഖമുണ്ടാകാം. മനസ്സിന് സുഖമുണ്ടാകാം, മനസ്സിന് ദുഃഖമുണ്ടാകാം. അതിനാൽ സകലവിധ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും അടിസ്ഥാനം ശരീരവും മനസ്സും ആകുന്നു. ഈ അധിഷ്ഠാനം എന്തെന്ന്, ഈ ശരീരവും മനസ്സും എങ്ങനെ സുഖദുഃഖങ്ങളുടെ അധിഷ്ഠാനമായി തീരുന്നുവെന്ന് അടുത്ത തവണ ഞാൻ താങ്കളോട് പറയുന്നതാണ്. നന്ദി, നമസ്കാരം.